ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റ് ആയ ടെൻഡർ ഷൂട്ട്സ് എന്ന പാഠം പഠിക്കാം. പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. യൂണിറ്റിലേക്ക് പോകാം. ടെൻഡർ ഷൂട്ട്സ് എന്ന വേർഡിന്റെ മീനിങ് വരുന്നത് ഇളം തളിർ എന്നാണ്. ചെടികളിലും മരങ്ങളിലും പുതുതായി ഉണ്ടാകുന്ന തളിർ ഇലകളെയാണ് ഇളം തളിർ എന്ന് പറയുന്നത്. ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിതയെ കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഒരു അച്ഛൻ മകൾക്ക് പ്രകൃതിയുടെ കാഴ്ചകളെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു പിക്ചറിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് കൂട്ടുകാരി? റെയിൻബോ, മൗണ്ടെയിൻ, ബാംബു ട്രീസ്, റിവർ, ഫ്ലവേഴ്സ്, ട്രീസ്, അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണല്ലേ ഇതിൽ തന്നിരിക്കുന്നത്. ഇനി ഈ പിക്ചറിന് താഴെയായി വങ്കാരി മത്തായിയുടെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. When we plant a tree, we plant hope. നമ്മൾ ഒരു മരം നടുമ്പോൾ മരം മാത്രമല്ല പ്രതീക്ഷ കൂടിയാണ് നടുന്നത്. വങ്കാരി മത്തായി എന്ന് പറയുന്നത് ഒരു കെനിയൻ സാമൂഹിക പ്രവർത്തകയും പരിസ്ഥിതി സംരക്ഷകയുമാണ്. നെക്സ്റ്റ് പേജിലും നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു നേച്ചറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ചുറ്റുമായി പല ജീവികളുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഫിഷ്, പോണ്ടിൽ ഫിഷ് ഉണ്ട്, ഡോഗ്, ബട്ടർഫ്ലൈ, ക്രോ, അതുപോലെ ഡ്രാഗൺ ഫ്ലൈ, അങ്ങനെ കുറേ അധികം ജീവികൾ ആ ഒരു കുട്ടിക്ക് ചുറ്റുമുണ്ട്. അവൻ അതെല്ലാം നന്നായി ആസ്വദിക്കുന്നുമുണ്ട്. ഇനി താഴെ തന്നിരിക്കുന്ന പോയം നോക്കാം. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. ആ ഒരു ആൺകുട്ടി വളരെ ഹാപ്പിയാണ്. എന്നിട്ട് അവൻ ഒരു പാട്ട് പാടുകയാണ്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. ഓ ചെറിയ പൂമ്പാറ്റയെ എന്ന് വെച്ചാൽ ലിറ്റിൽ ബട്ടർഫ്ലൈ, നീ എൻ്റെ കൂടെ വന്ന് കളിക്കൂ. ദ ഡേ ഈസ് ബ്രൈറ്റ് ദ സ്കൈ ഈസ് ബ്ലൂ കം ആൻഡ് സിംഗ് വിത്ത് മീ. നല്ല തെളിഞ്ഞ ദിവസമാണ് ഇന്ന്. ആകാശമെല്ലാം നീല നിറത്തിൽ കാണപ്പെടുന്നു. എന്റെ കൂടെ വരൂ, എന്റെ ഒപ്പം പാട്ട് പാടൂ. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. എന്ന് വെച്ചാൽ ഈ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ, ഈ ചെറിയ പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ പുൽച്ചാടി, എന്റെ ഒപ്പം വരൂ, എന്റെ കൂടെ ഡാൻസ് കളിക്കൂ. ഫ്രണ്ട്സ് വി ഹാവ് ആൾ അറൌണ്ട് നെവർ ഫീൽ അഫ്രൈഡ്. നമ്മുടെ ചുറ്റും ഇതുപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരില്ല എന്നും ആ കുട്ടി പറയുന്നു. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. ടീച്ചറുടെ ഒപ്പം ഈ ഒരു സോങ് ഒന്നിച്ച് പാടൂ. ഇനിയാണ് നമ്മൾ ടെൻഡർ ഷൂട്ട്സ് എന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഹിയർ ഇസ് എ പോയം ദാറ്റ് ഷോസ് ഹൗ നാച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ. ഈ ഒരു പോയത്തിലൂടെ എങ്ങനെയാണ് നാച്ചർ നമ്മുടെ നല്ലൊരു കമ്പാനിയനും ഗാർഡിയനും ആകുന്നത് എന്ന് നോക്കാം. കമ്പാനിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം നടക്കുന്ന ആൾ, ഗാർഡിയൻ എന്ന് വെച്ചാൽ നമ്മളെ നയിക്കുന്ന ആൾ. അപ്പോൾ താഴെ ഒരു പോയം തന്നിട്ടുണ്ട്. പോയത്തിന്റെ പേര് ദി മൂൺ. മൂൺ എന്ന് വെച്ചാൽ ചന്ദ്രൻ. The moon has a face like the clock in the hall. She shines on the thieves on the garden wall, on trees and fields and harbor quays, and birdies asleep in the forks of the trees. The moon has a face like the clock in the hall. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ ചുമരിലെ ക്ലോക്ക് പോലെയാണ്. ക്ലോക്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ് അല്ലേ. റൗണ്ട് ഷേപ്പിലുള്ള ക്ലോക്ക് പോലെയാണ് മൂൺ എന്ന് പറയുന്നത്, മൂണിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഷീ ഷൈൻസ് ഓൺ തീസ് ഓൺ ദ ഗാർഡൻ വാൾ. നമ്മുടെ ഗാർഡനിലെ മതിൽ ചാടി വരുന്ന തീസിന്, തീസ് എന്ന് വെച്ചാൽ കള്ളന്മാർ, കള്ളന്മാർക്ക് അവൾ എന്താണ്? പ്രകാശം കാണിക്കുന്നു. ഓൺ ട്രീസ് ഓൺ ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ കേസ് ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദി ട്രീസ്. ആ ഒരു കള്ളന്മാർക്ക് മാത്രമല്ല, പിന്നെ ആർക്കൊക്കെയാണ് പ്രകാശം ചൊരിയുന്നത്? സ്ട്രീറ്റ്സിന് അല്ലെ, തെരുവുകൾക്ക്, അതുപോലെ വയലുകൾക്ക്. ഹാർബർ കേസ് എന്ന് വെച്ചാൽ തുറമുഖങ്ങൾ, കപ്പൽ തുറമുഖങ്ങൾക്ക്, അതുപോലെ മരത്തിൽ ഉറങ്ങുന്ന ബേർഡീസിന്, പക്ഷികൾക്കും അവൾ പ്രകാശം ചൊരിയുന്നു. ഫോക്സ് ഓഫ് ദി ട്രീസ് എന്ന് വെച്ചാൽ ട്രീസിലെ ബ്രാഞ്ചസിന്റെ ഇടയിലുള്ള ഭാഗത്തെയാണ് ഫോക്സ് ഓഫ് ദി ട്രീസ് എന്ന് പറയുന്നത്. ദി സ്ക്രോളിംഗ് കാറ്റ് ആൻഡ് ദി സ്വീക്കിംഗ് മൗസ്, ദ ഹോളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്, ദ bat that lies in bed at noon, all love to be out by the light of the moon. സ്ക്വാളിംഗ് കാറ്റ് എന്ന് വെച്ചാൽ പൂച്ചയുടെ ശബ്ദത്തെയാണ്, പൂച്ച മുരളുന്ന ശബ്ദത്തെയാണ് സ്ക്വാളിംഗ് കാറ്റ് എന്ന് പറയുന്നത്. സ്വീക്കിംഗ് മൗസ് എന്ന് വെച്ചാൽ എലിയുടെ ശബ്ദത്തെയാണ് സ്വീക്കിംഗ് മൗസ് എന്ന് പറയുന്നത്. ദ സ്ക്വാളിംഗ് കാറ്റ് ആൻഡ് ദ സ്വീക്കിംഗ് മൗസ്. അങ്ങനെ മുരളുന്ന പൂച്ചയ്ക്കും കരയുന്ന എലിക്കും, അതുപോലെ ദ ഹോളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്, നമ്മുടെ വീടിന്റെ വാതിലിന് പുറത്തുള്ള ഓരിയിടുന്ന
നായയ്ക്കും ഹൗളിംഗ് എന്ന് വെച്ചാൽ ഓരിയിടുക. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ബാറ്റിനും അതുപോലെ അതായത് വവ്വാലുകൾക്കും ഒക്കെ എന്താണ് ആൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ. ചന്ദ്രന്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. But all the things that belong to the day cuddle to sleep to be out of her way, and flowers and children close their eyes till up the morning the sun shall arise. നമ്മൾ രാത്രിയിൽ ചന്ദ്രന്റെ വെളിച്ചത്ത് ഇറങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളെ കുറിച്ച് പറഞ്ഞല്ലേ? ഏതൊക്കെയാണ്? കാറ്റ്, റാറ്റ്, ബാറ്റ്, ഡോഗ് തുടങ്ങിയവ. എന്നാൽ പകൽ ഇറങ്ങി നടക്കുന്ന ജീവികളെല്ലാം എന്താണ്? രാത്രിയാകുമ്പോൾ നല്ല മൂടി പുതച്ച് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ശരിയാണല്ലേ? ഇതാണ് ബട്ട് ഓൾ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദി ഡേ കഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ എന്ന വരികളുടെ മീനിങ്. കഡിൽ എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ് ടിൽ അപ് ദ മോർണിംഗ് ദ സൺ ഷാൾ അറൈസ്. പകൽ സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ രാത്രിയിൽ ഫ്ലവേഴ്സും അതായത് പൂക്കളും കുഞ്ഞുങ്ങളും എല്ലാം കണ്ണടച്ച് നല്ല സുഖമായി ഉറങ്ങുകയായിരിക്കും. ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മൂണിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം അല്ലേ? കാരണം എന്താണ്? രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്നവരെയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നവരെയും ചന്ദ്രൻ ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു. ഇനി നമുക്ക് ഈ പോയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദി മൂൺലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദി സ്കൈ? നിങ്ങൾ മൂൺലൈറ്റിൽ നടന്നിട്ടുണ്ടോ? ആകാശത്ത് മൂണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? യെസ്, ഐ എൻജോയ് ദ മൂൺലൈറ്റ് ബൈ വാക്കിംഗ് ത്രൂ ദി കോർട്ട്യാർഡ് ഓഫ് മൈ ഹൗസ് അറ്റ് നൈറ്റ്. എൻ്റെ വീടിന്റെ മുറ്റത്തിലൂടെ രാത്രി ഞാൻ മൂൺലൈറ്റ് ആസ്വദിച്ച് നടക്കാറുണ്ട്. ഐ ഫീൽ വെരി ഹാപ്പി വെൻ ഐ സീ ദി മൂൺ. എനിക്ക് മൂണിനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നാറുള്ളത്. മൂണിനെ കാണുന്നതും മൂൺലൈറ്റ് ആസ്വദിക്കുന്നതും ഒക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ കൂട്ടുകാർക്ക് പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം എന്താണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂണിന്റെ മുഖം എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്? മൂൺസ് ഫേസ് ഈസ് കമ്പയർഡ് ടു ദി ക്ലോക്ക് ഇൻ ദി ഹാൾ. ഹാളിൽ വെച്ചിരിക്കുന്ന ക്ലോക്കുമായിട്ടാണ് മൂണിന്റെ ഫേസ് കമ്പയർ ചെയ്തിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, where according to the poet do birds sleep at night? രാത്രിയിൽ ബേർഡ്സ് എവിടെയാണ് ഉറങ്ങുന്നത് എന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്? According to the poet, birds sleeping in the forks of the tree. മരത്തിന്റെ ഫോക്സിലാണ് കിളകൾ ഉറങ്ങുന്നത് എന്നാണ് പോയറ്റ് പറഞ്ഞിരിക്കുന്നത്. ഫോക്സ് എന്ന് വെച്ചാൽ മരത്തിന്റെ തടിയുടെയും ബ്രാഞ്ചസിന്റെയും ഇടയിലുള്ള ഭാഗത്തെയാണ് ഫോക്സ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, where does the moon shine and spread its beautiful beams? മൂൺ എവിടെയാണ് പ്രകാശിക്കുന്നതും അതിന്റെ മനോഹരമായ കിരണങ്ങൾ പരത്തുന്നതും? മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബീംസ് ഓൺ ട്രീസ് ഓൺ ദി ഗാർഡൻ വാൾ, സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ കോയ്സ് ആൻഡ് ബേർഡ്സ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോക്സ് ഓഫ് ദി ട്രീസ്. മൂണ് എവിടേക്കാണ് പ്രകാശം പരത്തുന്നത്? ഗാർഡനിലെ മതിൽ ചാടി വരുന്ന കള്ളന്മാർക്ക്, അതുപോലെ തെരുവുകളിൽ, വയലുകളിൽ, കപ്പൽ തുറമുഖങ്ങളിൽ, പക്ഷികൾ ഉറങ്ങുന്ന മരങ്ങളിൽ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദി ഹൗസ്? വീടിന്റെ വാതിലിനടുത്ത് നായ എന്തിനാണ് ഓരിയിടുന്നത്? ദി ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബൈ ദി ഡോർ ഓഫ് ദി ഹൗസ് ബിക്കോസ് ഇറ്റ് ലൈക്സ് ദി മൂൺ ആൻഡ് ദി മൂൺലൈറ്റ്. മൂണിനെയും മൂൺലൈറ്റിനെയും നായ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വീടിന്റെ വാതിലിനരികിൽ ഇരുന്ന് അത് ഓരിയിടുന്നത്. സിക്സ് ക്വസ്റ്റ്യൻ, which are the creatures that like to spend time in the moonlight? ദി മൂൺ എന്ന പോയത്തിൽ ഏതൊക്കെ ജീവികൾക്കാണ് മൂൺലൈറ്റിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഏതൊക്കെ ജീവികളായിരുന്നു? ക്യാറ്റ്, മൗസ്, ഡോഗ്, ബാറ്റ്. ഇത്രയും ക്രിയേച്ചേഴ്സിനാണ് മൂൺലൈറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, how long do the flowers and children sleep and take rest? ഫ്ലവേഴ്സും ചിൽഡ്രനും എത്ര നേരമാണ് ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും സമയം എടുക്കുന്നത്? എത്ര നേരമാണ്? ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അണ്ടിൽ ദ മോർണിംഗ് സൺറൈസ്. രാവിലെ സൺറൈസ് വരുന്നത് വരെ കുട്ടികളും പൂക്കളും ഉറങ്ങുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. ലുക്ക് അറ്റ് ദി വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സൗണ്ട്സ് മെയ്ഡ് ബൈ അനിമൽസ്. ഇനി അനിമൽസ് ഉണ്ടാക്കുന്ന ചില ശബ്ദങ്ങൾക്ക് പറയുന്ന വേർഡ്സുകൾ
തന്നിട്ടുണ്ട്. ദ ചിർപ്പിംഗ് ബേർഡ്സ്, ദ ട്രംപറ്റിംഗ് എലിഫൻസ്. കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെ ചിർപ്പിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ എലിഫൻസ് ഉണ്ടാക്കുന്ന ശബ്ദത്തെ ട്രംപറ്റിംഗ് എന്നും പറയും. ദർ ആർ സിമിലർ വേർഡ്സ് ഇൻ ദ പോയം ദാറ്റ് ഡിസ്ക്രൈബ് ദി സൗണ്ട്സ് മെയ്ഡ് ബൈ ദി അനിമൽസ്. ഇതുപോലുള്ള അനിമൽസ് സൗണ്ട് ഉണ്ടാക്കുന്നതിനുള്ള ചില വേർഡ്സുകൾ നമ്മൾ ആ പോയത്തിൽ വായിച്ചല്ലേ. പിക്ക് ഔട്ട് ദോസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ആ വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് പിക്ക് ഔട്ട് ചെയ്ത് ഈ താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതണം. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്? സ്ക്വാളിംഗ് ക്യാറ്റ്. ക്യാറ്റ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് സ്ക്വാളിംഗ്. സ്ക്വീക്കിംഗ് മൗസ്. മൗസ് ഉണ്ടാക്കുന്ന ശബ്ദമാണ്, അതായത് എലി ഉണ്ടാക്കുന്ന ശബ്ദമാണ് സ്ക്വീക്കിംഗ്. ഹൗളിംഗ് ഡോഗ്. നായ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനെ പറയുന്നതാണ് ഹൗളിംഗ്. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് ആ പോയത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Match the phrases in column A with those in column B and make complete sentences. താഴെ രണ്ട് കോളം തന്നിട്ടുണ്ട്, കോളം എ, കോളം ബി. കോളം എയിലുള്ള വേർഡ്സിന് മാച്ചായ ഫ്രേസ് കോളം ബിയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതണം. ശേഷം നമുക്ക് അതിനെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് നോക്കൂ, ദി തീവ്സ്. ദി തീവ്സ് എന്നതിന് കോളം ബിയിൽ മാച്ചായി വരുന്ന ഫ്രേസ് ഏതാണ്? ആർ ഓൺ ദി ഗാർഡൻ വാൾ. ദി തീവ്സ് ആർ ഓൺ ദി ഗാർഡൻ വാൾ അല്ലെ. ഫസ്റ്റ് മാച്ച് ചെയ്ത് വരുന്നത് ആർ ഓൺ ദി ഗാർഡൻ വാൾ. നെക്സ്റ്റ് ദി ബേർഡ്സ്. സെക്കൻഡ് വൺ വരുന്നത് ഏതാണ്? ആ ഒരു പോയം നന്നായി വായിച്ചു നോക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഇത് മാച്ച് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. ദി ബേർഡ്സ് എന്നതിന് കോളം ബിയിൽ മാച്ച് ചെയ്ത് വരുന്ന ഫ്രേസ് ആർ അസ്ലീപ് ഇൻ ദി ഫ്രോക്സ് ഓഫ് ട്രീസ്. ദി ബേർഡ്സ് ആർ അസ്ലീപ് ഇൻ ദി ഫ്രോക്സ് ഓഫ് ട്രീസ്. തേർഡ് വൺ ദി ബാറ്റ്. അതിന് കോളം ബിയിൽ ഏതാണ് മാച്ച് ആയി വരുന്നത്? ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ദി ബാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ. ഫോർത്ത് വൺ ദി ഡോഗ്. അതിൽ കോളം ബിയിൽ ഏതാണ്? ഫസ്റ്റ് ആണല്ലേ മാച്ച് ആയി വരുന്നത്, ഫസ്റ്റ് സെന്റൻസ് ആണ് മാച്ച് ആയി വരുന്നത്. ഈസ് ഹൗളിംഗ് ബൈ ദി ഡോർ ഓഫ് ദി ഹൗസ്. ദി ഡോഗ് ഈസ് ഹൗളിംഗ് ബൈ ദി ഡോർ ഓഫ് ദി ഹൗസ്. ഫിഫ്ത്ത് വൺ ദി ചിൽഡ്രൻ. അഞ്ചാമത്തെ നോക്കൂ, കോളം ബിയിൽ തേർഡ് വൺ ആണ് വരുന്നത്. സ്ലീപ് ടിൽ ദി സൺ റൈസസ്. ദി ചിൽഡ്രൻ സ്ലീപ് ടിൽ ദി സൺ റൈസസ്. ഇനി നമുക്ക് ഇതിനെ സെന്റൻസ് ആയി എഴുതിയതൊന്ന് നോക്കാം. ദി തീവ്സ് ആർ ഓൺ ദി ഗാർഡൻ വാൾ. ദി ബേർഡ്സ് ആർ അസ്ലീപ് ഇൻ ദി ഫ്രോക്സ് ഓഫ് ദി ട്രീ. ദി ബാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നോൺ. ദി ഡോഗ് ഈസ് ഹൗളിംഗ് ബൈ ദി ഡോർ ഓഫ് ദി ഹൗസ്. ദി ചിൽഡ്രൻ സ്ലീപ് ടിൽ ദി സൺ റൈസസ്. ആക്ടിവിറ്റി 3. ഹിയർ ആർ സം ബലൂൺസ്. താഴെ ചില ബലൂൺസ് തന്നിട്ടുണ്ട്. സം ആർ റെഡ്, സം ആർ ഗ്രീൻ. ചിലത് റെഡും ചിലത് ഗ്രീനുമാണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഗ്രീൻ ബലൂൺസിൽ റൈമിംഗ് വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റൈം. റെഡ് ബലൂണിൽ റൈമിംഗ് വേർഡ്സ് അല്ല തന്നിരിക്കുന്നത്. ആഡ് റൈമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദി പോയം. അപ്പോൾ നമുക്ക് ആ ഒരു പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി ഈ ഒരു ഗ്രീൻ ബലൂണിൽ ഫിൽ ചെയ്ത് എഴുതണം. അതിനു മുൻപ് റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് പറയാം. അതായത് ഒരു വേർഡ്സ് പറഞ്ഞ് അവസാനിക്കുമ്പോൾ വരുന്ന ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ സിമിലർ ആയി വരുന്ന മറ്റൊരു വേർഡ്സിലും സെയിം സൗണ്ട് ആണ് വരുന്നതെങ്കിൽ അത് റൈമിംഗ് വേർഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഹാറ്റ്, മാറ്റ്. ഹാറ്റ് എന്ന് പറയുമ്പോഴും മാറ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ ട് എന്ന സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. അതുപോലുള്ള വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് ഗ്രീൻ ബലൂണിൽ മാത്രം നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കേസ്, ട്രീസ്. അതുപോലെ ഹോൾ എന്നതിന് റൈമിംഗ് വേർഡായി വരുന്നത് ഏതാണ്? വോൾ. അതുപോലെ നെക്സ്റ്റ് ബലൂണിൽ വരുന്നത് ഡേ. ഡേയുടെ റൈമിംഗ് വേർഡ് ഏതാണ്? വേ. മോൺ, നോൺ, മൗസ്, ഹൗസ്, ഐസ്, അറൈസ്. ഇത്രയും റൈമിംഗ് വേർഡ്സ് ആണ് ആ ഒരു പോയത്തിൽ തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി 4. കളക്ട് സിമിലർ നാച്ചുറൽ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റെസിറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ്. നമ്മൾ ദി മൂൺ എന്നൊരു പോയം പഠിച്ചത് എന്താണ്? നാച്ചുറുമായി ബന്ധപ്പെട്ട പോയമാണ്. അതുപോലെ നാച്ചുറുമായി ബന്ധപ്പെട്ട മറ്റ് പോയംസ് കളക്ട് ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാച്ചുറുമായി ബന്ധപ്പെട്ട ഒരു പോയം തന്നിട്ടുണ്ട്. ഹു ലവ്സ് ദി ട്രീസ് ബെസ്റ്റ്? ആരാണ് മരങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഹു ലവ്സ് ദി ട്രീസ് ബെസ്റ്റ്? ആരാണ് മരത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഐ സെഡ് ദി സ്പ്രിംഗ്. അപ്പോൾ നോക്കൂ, സ്പ്രിംഗ് ആണ് പറയുന്നത്, ഞാനാണ്. സ്പ്രിംഗ് എന്ന് വെച്ചാൽ വസന്തകാലത്തെയാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. വസന്തകാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്?
പുതിയ മരങ്ങൾക്കും ചെടികൾക്കും എല്ലാം പുതിയ ഇലകൾ, തളിരിലകളും പൂക്കളും എല്ലാം വരുന്ന ഒരു സീസണാണ് സ്പ്രിംഗ് സീസൺ. അപ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഞാനാണ് ഏറ്റവും കൂടുതൽ മരത്തെ സ്നേഹിക്കുന്നത്. Their leaves so beautiful to them I bring. ഞാൻ വസന്തകാലത്ത് അവയ്ക്ക് നൽകുന്ന ഇലകളെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാരാ പറഞ്ഞത്? സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് വെച്ചാൽ വസന്തകാലം. വീണ്ടും ഇവിടെ ചോദിക്കുകയാണ്, ഹൂ ലോസ് ദ ട്രീസ് ബെസ്റ്റ്? ആരാണ് മരങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഐ, സമ്മർ സെഡ്. അപ്പോൾ സമ്മർ എന്താ പറഞ്ഞത്? ഞാനാണ് മരങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സമ്മർ എന്ന് വെച്ചാൽ വേനൽക്കാലം. ഐ ഗിവ് ദം ബ്ലോസംസ് വൈറ്റ്, യെല്ലോ, റെഡ്. ഞാൻ അവയ്ക്ക് പൂക്കൾ നൽകുന്നു. ബ്ലോസംസ് എന്ന് ഉദ്ദേശിക്കുന്നത് പൂവ് വിരിയുന്നതിനെയാണ്. എന്തൊക്കെ നിറത്തിലുള്ള പൂക്കളാണ്? വൈറ്റും യെല്ലോവും റെഡും ഒക്കെ നിറത്തിലുള്ള പൂക്കൾ ഞാൻ മരങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ട്രീസിനെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആര് പറയുന്നത്? സമ്മർ പറയുന്നത്. ഹു ലവ്സ് ദി ട്രീസ് ബെസ്റ്റ്? വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് മരങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഐ, സെഡ് ദി ഫോൾ. അപ്പോൾ ഫോൾ പറയാണ്, ഞാനാണ് മരങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫോൾ എന്ന് വെച്ചാൽ ഓട്ടം സീസണെയാണ് ഫോൾ എന്ന് പറയുന്നത്, അതായത് ശരത്കാലം. മരങ്ങളിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു സീസൺ ആണ് ഓട്ടം സീസൺ, അതായത് ഫോൾ എന്നും പറയും. ഐ ഗിവ് luscious fruits bright tints to all. luscious മീൻസ് സ്വാദിഷ്ടമായ, രുചികരമായ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഞാൻ എന്താണ്? സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുന്നു, അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള നിറങ്ങളും നൽകുന്നു. ഇതുപോലുള്ള നാച്ചുറുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റ്സ് കൂട്ടുകാർ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കണേ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്